സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു ത്രില്ലിംഗ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവമംഗലം വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ശാന്തമാകുന്നില്ല. ദേവിയാണെങ്കിൽ വല്ലാത്ത മാനസിക സംഘർഷത്തിലാണ്. ആ വീട്ടിൽ താൻ മാത്രം ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ്. എല്ലാ പ്രതിസന്ധിയിലും തൻ്റെ കൂടെ നിൽക്കേണ്ട ആനന്ദ് പോലും ഇപ്പോൾ ദേവിയോട് അടുപ്പം കാണിക്കുന്നില്ല. പക്ഷേ ഈ സാഹചര്യത്തെ തനിക്ക് മറികടന്നേ പറ്റൂ. ദേവി കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ വിളിച്ച് അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകല പറഞ്ഞു കൊടുക്കുകയാണ് കുറച്ച് ബുദ്ധികളൊക്കെ. പെണ്ണെ, നീ ഇങ്ങനെ കരഞ്ഞുകൂവി മുഖവും വീർപ്പിച്ച് നടന്നതുകൊണ്ടൊന്നും അലിവ് തോന്നുന്ന മനസ്സല്ല ആ വീട്ടിലുള്ള ആൾക്കാരുടെ. അതുകൊണ്ട് ഇതിനെ നേരിടണം, മറുതന്ത്രം മെനയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയുള്ള മാർഗം. അതിന് നീ ചെയ്യേണ്ട കാര്യം ഈ മുറിക്കകത്തുനിന്ന് ആദ്യം ഒന്ന് പുറത്തിറങ്ങണം. അമ്മ, അതിപ്പോൾ എങ്ങനെയാണ് പറ്റുക? എനിക്കാണെങ്കിൽ ബാലച്ചൻ്റെയും അമ്മയുടെയും ഒന്നും മുഖത്ത് നോക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോഴാണ് അമ്മ ഈ മുറിക്കകത്തുനിന്ന് ഇറങ്ങുന്ന ആക്റ്റീവ് ആകുന്നൊക്കെ പറയുന്നത്. എടി കൊച്ചേ, ഇതൊക്കെ നമ്മുടെ ഓരോരോ മാനസികാവസ്ഥയാണ്. നിന്റെ മനസ്സിനെ നീ അങ്ങ് മാറ്റണം, നീ അങ്ങ് ചിന്തിക്കണം. അവിടെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല, എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ് കാര്യങ്ങൾ അങ്ങ് പോകുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പുറത്തേക്കങ്ങ് ഇറങ്ങടി. എന്നിട്ട് മെല്ലെ അടുക്കളയിലേക്ക് കയറി എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തങ്ങ് തുടങ്ങണം. അല്ലാതെ ഈ ഒരു പ്രശ്നവും പറഞ്ഞ് നീ എത്ര നാൾ ഈ മുറിക്കകത്ത് ഇങ്ങനെ അടച്ചിരിക്കും? നീ ഇങ്ങനെ മുറിയിൽ അടച്ചിരിക്കുന്നിടത്തോളം സമയം നിന്നോടുള്ള കലിപ്പ് അവർക്ക് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ വിട്ടുകള കൊച്ചേ, നീ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങ്. ശ്രീകലയുടെ ഈ ഉപദേശമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് കുറച്ച് ആശ്വാസമൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. അതുകൊണ്ട് മെല്ലെ അടുക്കളയിൽ കയറുവാൻ തന്നെ ദേവി തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് തന്നെയാണ് ബാലൻ കടയിൽ നിന്ന് വരുന്നത്. ബാലനെ കണ്ട മാത്രയിൽ ദേവി പെട്ടെന്ന് ഒരു ഗ്ലാസ് ചായയും ഇട്ടുകൊണ്ട് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാ ബാലച്ച ചായ. ഇത് കേട്ടുകൊണ്ട് ബാലൻ ദേവിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കുകയാണ്. ആ നോട്ടത്തിൽ തന്നെ ദേവിയുടെ പാതി ജീവൻ നഷ്ടപ്പെട്ടു. എങ്കിലും വിക്കി വിക്കി ദേവി പറയുകയാണ്, ബാലച്ചൻ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. പക്ഷേ ബാലച്ചൻ എന്നോട് ഇങ്ങനെ സംസാരിക്കാതിരുന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, വലിയ സങ്കടമാവും. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, ഗോമതി എവിടെ? ഞാൻ സാധാരണ കയറി വരുമ്പോൾ ഗോമതിയാണല്ലോ എനിക്ക് ചായയുമായിട്ട് വരുന്നത്. അത് പിന്നെ ബാലച്ച, അമ്മ പുറത്തു പോയിരിക്കുകയാണ്. ഇതാ ബാലച്ചൻ ഈ ചായ അങ്ങ് കുടിക്ക്. ഇത് കേട്ടുകൊണ്ട് ദേവിയുടെ കയ്യിൽ നിന്നും വലിയ ഗൗരവത്തോടെ ബാലൻ ആ ചായ അങ്ങ് വാങ്ങുകയാണ്. അപ്പോൾ പിന്നെയും ദേവി പറയുന്നുണ്ട്, ബാലച്ച, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു അബദ്ധം പറ്റി, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം. ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല ബാലച്ച. ബാലച്ചൻ എന്നോട് മിണ്ടാതിരുന്നാൽ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടാവും. ഈ വീട്ടിൽ ആരും മിണ്ടിയില്ലെങ്കിലും ബാലച്ചൻ മിണ്ടാതിരുന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ബാലൻ പറയുകയാണ്, ദേവി, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. നീ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നു കയറിയിട്ട് അധിക നാളുകളൊന്നും ആയിട്ടില്ല. നീ ഇവിടേക്ക് വന്നു കയറിയതിൻ്റെ അടുത്ത ദിവസം മുതൽ നിന്റെ പെരുമാറ്റങ്ങളും നിന്റെ രീതികളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. കാരണം ഒരു പുതുപ്പെണ്ണിന്റെ പ്രശ്നങ്ങളൊന്നും നിനക്കില്ലായിരുന്നു. ഈ വീടിനെയും ഈ വീട്ടിലെ മാതാപിതാക്കളായ ഞങ്ങളെയും ഒക്കെ മനസ്സിലാക്കുകയും ഇവിടുത്തെ ചിട്ടവട്ടങ്ങളെല്ലാം നന്നായി അറിഞ്ഞിരിക്കുന്ന ഒരാൾ പെരുമാറുന്നത് പോലെയൊക്കെയായിരുന്നു നീ ഇവിടെ പെരുമാറിക്കൊണ്ടിരുന്നത്. അതൊക്കെ കണ്ടപ്പോൾ ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന രീതിയിൽ ഈ കുടുംബത്തെ നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കുവാൻ നിനക്ക് കഴിയുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അതൊക്കെ തെറ്റിദ്ധാരണകളായിരുന്നുവെന്ന് ഒറ്റ നിമിഷം കൊണ്ട് നീ തെളിയിച്ചു. അയ്യോ ബാലച്ചൻ ഇങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ വിഷയത്തിലൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ദേവി, നീ എത്ര തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതെൻ്റെ മുമ്പിൽ വില പോവില്ല. നിനക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ളതല്ലേ. ഒരു റൂം ബുക്ക് ചെയ്യുവാൻ വേണ്ടി ഫോണിൽ നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള അറിവും ബോധവും ഒക്കെ നിനക്ക് കിട്ടിയിട്ടില്ലേ? 5000 രൂപ എന്ന് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ആ 5000 രൂപ അയച്ചു കൊടുത്തത് ബുക്ക് ചെയ്യുക എന്നുള്ളതല്ലല്ലോ സാധാരണ ആൾക്കാർ ചെയ്യാറുള്ളത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാറില്ലേ? അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത എനിക്ക് പോലും ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകും. എന്നുവെച്ചാൽ എത്ര രൂപയാണ് വാടകയെന്നും എത്രയാണ് അഡ്വാൻസ് കൊടുക്കേണ്ടതെന്നുമെല്ലാം വളരെ കൃത്യമായിട്ട് അതിലവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കുവാൻ MA വരെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രവുമല്ല, നീ പറഞ്ഞത് വളരെയധികം അന്വേഷിച്ച് ഏറ്റവും കുറഞ്ഞ വാടകയുള്ള ഹോട്ടൽ കണ്ടെത്തി വളരെ ബുദ്ധി ഉപയോഗിച്ച് അങ്ങനെയൊക്കെയാണ് നീ ബുക്ക് ചെയ്തതെന്നൊക്കെയല്ലേ. എന്നിട്ടിപ്പോൾ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? നീ MA വരെ പഠിച്ചു എന്നല്ലേ പറഞ്ഞത്? അത്രയുമൊക്കെ പഠിച്ച ഒരാളിന് ഒരു റൂം ബുക്ക് ചെയ്യുവാൻ വേണ്ടി ഓൺലൈനിലേക്ക് കയറുമ്പോൾ അങ്ങനെ അങ്ങ് അബദ്ധം പറ്റുമോ? അതോ ഇനിയിപ്പോൾ MA വരെ നീ പഠിച്ചു എന്നൊക്കെ പറയുന്നത് കള്ളമാണോ? അപ്രതീക്ഷിതമായിട്ടുള്ള ബാലന്റെ ഈ ചോദ്യം കേട്ടതോടുകൂടി ദേവി ഞെട്ടിത്തരിക്കുകയാണ്. എന്നിട്ട് ആത്മനിയന്ത്രണം വീണ്ടെടുത്തുകൊണ്ട് പെട്ടെന്ന് വിക്കി പറയുകയാണ്, അല്ല ബാലച്ച, അല്ല ഞാൻ കള്ളമല്ല പറഞ്ഞത്. ബാലന്റെ ഈ സംസാരം കേട്ടുകൊണ്ട് ആര്യനും മിത്രയും ഒക്കെ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആര്യൻ അന്നേരം പറയുന്നുണ്ട്, അച്ഛൻ ഈ പ്രശ്നം സംസാരിച്ച് തീർത്തതല്ലേ, ഇനി വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതങ്ങ് നിർത്തിക്കൂടെ അച്ഛാ? എടാ, നിന്നോട് ആരെങ്കിലും ഇപ്പോൾ അഭിപ്രായം ചോദിച്ചോ? നിന്നെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം നീ മറുപടി പറഞ്ഞാൽ മതി, കേട്ടല്ലോ? എന്നിട്ട് ബാലൻ വീണ്ടും ദേവിയോട് പറയുകയാണ്, ദേവി,
നിന്റെ വീട്ടിൽ നിന്നെ വളർത്തിയ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതുപോലെയല്ല ഈ വീട്. ഇവിടുത്തെ രീതികളൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. അത് നീ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ വീട്ടിലെ ഓരോ പണവും അങ്ങേയറ്റം കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്നതാണ്. അതിൽ നിന്നും ഒരു പൈസ അനാമത്തായി നഷ്ടപ്പെടുവാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ചിന്തിച്ചു മാത്രമേ ഇനി ഓരോരോ കാര്യങ്ങളും ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഓൺലൈനിൽ കൂടിയുള്ള സിനിമ ടിക്കറ്റ് ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിംഗ് അതൊക്കെ അങ്ങ് നിർത്തിയേക്ക്. ഇനി അതൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അവരവർ അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം പണം കൊടുത്താൽ മതി. മനസ്സിലായോ? മനസ്സിലായി ബാലച്ച. ഇത്രയും പറഞ്ഞിട്ട് ദേവി വളരെ സങ്കടത്തോടെ തല കുനിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. തുടർന്ന് കാണുന്നത് അനന്തനെയും അച്യുതനെയുമാണ്. അലോകിന് വിവാഹാലോചനയുമായിട്ട് വന്ന പെൺകുട്ടിയുടെ വീട്ടുകാരോടാണ് അച്യുതൻ സംസാരിക്കുന്നത്. ആ കല്യാണ കാര്യത്തിലും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് അച്യുതൻ പറയുകയാണ്, അതെ, നിങ്ങളുടെ പെൺകുട്ടി ഇല്ലെങ്കിൽ ഞങ്ങളുടെ ചെറുക്കന് വേറെ പെണ്ണ് കിട്ടില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അതിനേക്കാൾ നല്ല ഒന്നാന്തരം പെൺകുട്ടികൾ ഈ നാട്ടിൽ തന്നെയുണ്ട്. പിന്നെ എൻ്റെ മോൻ ഈ ബന്ധത്തോട് തുടക്കം മുതൽ വലിയ താല്പര്യവുമൊന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ നിർബന്ധപ്രകാരമാണ് അവൻ ചിരിച്ചു മിണ്ടാതെയൊക്കെ നിന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അച്യുതൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഉടനെ അനന്തൻ ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്താ അച്യുത, എന്തു പറ്റി? ഏട്ടാ, ഈ കല്യാണത്തിന് ആ പെൺവീട്ടുകാർക്ക് താല്പര്യമില്ലെന്ന്. അവരുടെ കാല് പിടിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇച്ചിരി ജാടയിട്ട് ഞാനും സംസാരിച്ചത്. പക്ഷേ എനിക്ക് ഉറപ്പാണ്, മിത്ര ഈ വീട്ടിൽ നിന്നും ഒളിച്ചോടി പോയതുകൊണ്ടാണ് അലോകിൻ്റെ കല്യാണം നടക്കാതിരിക്കുന്നത്. ഇനിയിപ്പോൾ അവൻ്റെ കല്യാണം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് ഉറപ്പൊന്നുമില്ല. അച്യുത, നീ ഒന്ന് സമാധാനിക്ക്. ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ അലോകിൻ്റെ കല്യാണം ഞാൻ നടത്തുമെന്ന്. അത് നടത്തിയിരിക്കും. ഏട്ടാ, ഏട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇപ്പോൾ എത്രയോ ആലോചനകൾ വന്നു, ഒരെണ്ണം പോലും നടന്നിട്ടില്ല. എന്താ കാര്യം? ഏട്ടന് നന്നായിട്ട് അറിയാമല്ലോ. അതുപോലൊക്കെ തന്നെയായിരിക്കും ഇനിയും മുൻപോട്ടുള്ള കാര്യങ്ങളും. അവൻ്റെ കല്യാണം നടക്കില്ല. മിത്രയെ കുറ്റപ്പെടുത്തുന്നത് കേട്ടുകൊണ്ട് പെട്ടെന്ന് നന്ദിത വന്നിട്ട് പറയുകയാണ്, എന്തിനാണ് ഏത് നിമിഷവും അച്യുതൻ ഇങ്ങനെ മിത്രയെ തന്നെ കുറ്റപ്പെടുത്തുന്നത്? ഈ കല്യാണം നടക്കാതിരുന്നതിൻ്റെ പിൻപിൽ എന്താണ് സംഭവിച്ചത് എന്ന് അച്യുതന് നേരിട്ടറിയാവുന്ന കാര്യമല്ലേ? പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞതാണ്. എന്നിട്ടും അവരിവിടേക്ക് വന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ വഴിയിലുണ്ടായ പ്രശ്നങ്ങളല്ലേ ഈ തീരുമാനത്തിലേക്ക് എത്താൻ കാരണമായി തീർന്നത്? എന്നിട്ട് അത് പറയാതെ മിത്രയെ തന്നെ ഏത് നിമിഷവും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ അച്യുത? അപ്പോൾ അച്യുതൻ പറയുകയാണ്, വേണ്ട ഏട്ടത്തി, കൂടുതലൊന്നും എന്നോട് സംസാരിക്കണ്ട. ഏട്ടത്തിക്ക് ഇപ്പോഴും എല്ലാവരെയും കബളിപ്പിച്ചു മോഷണവും നടത്തി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മോള് തന്നെയാണ് വലുത്. എൻ്റെ മോൻ്റെ ഭാവിയാണ് തകർന്നു പോകുന്നത്. അതിനകത്ത് സങ്കടം ഏട്ടത്തിക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അച്യുത, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ ഒരിക്കലും അലോകിനെയോ മിത്രയോ രണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. രണ്ടുപേരും എൻ്റെ മക്കൾ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഏട്ടത്തി. അലോകിൻ്റെ കല്യാണം ഒരു കാലത്തും നടക്കരുത് എന്ന് തന്നെയാണ് ഏട്ടത്തിയുടെ മനസ്സിലുള്ളത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏട്ടത്തി മറ്റൊന്ന് പ്രകടിപ്പിക്കരുത് കേട്ടോ. ഇതിനു മുൻപ് നല്ലൊരു കുടുംബത്തിൽ നിന്നും അവനൊരു ആലോചന വന്നതാണ്. അത് നടക്കുമെന്ന് ഏകദേശം തീരുമാനിക്കപ്പെട്ടതുമാണ്. അവസാന സമയത്ത് ഏട്ടത്തിയുടെ മോള് തന്നെയല്ലേ ഇറങ്ങി വന്ന് ആ ആൾക്കാരോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതും അത് മുടങ്ങിപ്പോയതും. അച്യുത, മിത്ര അത് തുറന്നു പറഞ്ഞതിൽ നിനക്ക് എന്താണ് ഇത്രയധികം സങ്കടം? അവൾ ഇല്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ പറഞ്ഞത്. ആനന്ദിന്റെ കല്യാണത്തിന്റെ ദിവസം മിത്രയെയും മീനാക്ഷിയെയും അലോകും കൂട്ടുകാരും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. അവരെ എവിടെയോ വിജന സ്ഥലത്ത് കൊണ്ടുപോയി പൂട്ടിയിട്ടു. അതിന്റെ പകയും വിദ്വേഷവും ഒക്കെ അവളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അവസരം കിട്ടിയപ്പോൾ അവളത് തുറന്നു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞതിന് നീ എന്തിനാണ് ഇത്രയും രോഷം കൊള്ളുന്നത്? രണ്ട് പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് ക്രിമിനൽ കുറ്റമല്ലേ? അലോകിനെതിരെ അവർ കേസ് കൊടുക്കാൻ പോയില്ലല്ലോ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൻ പിന്നെ പുറം ലോകം കാണുമായിരുന്നോ? എന്നിട്ടും നീ അലോകിനെ തന്നെ ന്യായീകരിക്കുകയാണ്. ഏട്ടത്തി ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഏട്ടത്തിക്ക് ഇപ്പോഴും ഏട്ടത്തിയുടെ മകളാണ് വലുത്. എൻ്റെ മകൻ, അവൻ്റെ ഭാവി, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഉടനെ അനന്തൻ പറയുകയാണ്, അച്യുത, മതി, നീ നിർത്ത്. നീ ആരോടാണ് ഇങ്ങനെ തട്ടിക്കേറി സംസാരിക്കുന്നുള്ള ബോധം നിനക്കുണ്ടോ? അവൾ നിന്റെ ഏട്ടത്തിയാണ്. ഓ, അത് ശരി. അപ്പോൾ ഏട്ടനും ഏട്ടത്തിയുടെ പക്ഷം തന്നെയാണ് അല്ലേ? ഏട്ടത്തിയുടെ കൂടെ കൂടിയിട്ട് ഈ വീട്ടിലേക്ക് ഉടൻ തന്നെ മിത്രയെ തിരികെ കൊണ്ടുവരാൻ വല്ലതും ഭാവമുണ്ടോ ഏട്ടന്? അച്യുത, നിങ്ങളുടെ എഴുതാപ്പുറം വായിക്കാൻ ആരാണ് പറഞ്ഞത്? മിത്രയെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണെന്ന് നിനക്ക് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? ആവശ്യമില്ലാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് വെറുതെ ചൊറി ചുരണ്ടി പൊണ്ണാക്കരുത്. ഇനി ഈ വീട്ടിലേക്ക് കല്യാണാലോചനയുമായി ആരെങ്കിലും വന്നാൽ എനിക്കൊരു മകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നീ പറയരുത്. നിന്റെ മകനെക്കുറിച്ച് മാത്രമേ പറയാവൂ. ആരെങ്കിലും എടുത്തു ചോദിച്ചാൽ എനിക്കൊരു മകൾ ഉണ്ടായിരുന്നു, അവൾ മരിച്ചുപോയി എന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം. ഇത്രയും കേട്ടുകൊണ്ട് പെട്ടെന്ന് നന്ദിത പറയുകയാണ്, അനന്തേട്ടാ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മോളെക്കുറിച്ചാണോ അനന്തേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എത്രയായാലും മിത്ര നമ്മുടെ മോള് തന്നെയല്ലേ? നന്ദിതേ, നീ കൂടുതൽ സംസാരിക്കരുത്. എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണക്കാരി നീ ഒറ്റയൊരുത്തിയാണ്. നിന്റെ വളർത്തുദോഷമാണ് ഈ കുടുംബം ഈ അവസ്ഥയിലെത്താൻ കാരണം. അനന്തേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
ഒറ്റ നിമിഷം കൊണ്ടാണോ അനന്തേട്ടന് ഞാൻ വളർത്തിയ രീതി ശരിയല്ല എന്ന് തോന്നിയത്? എൻ്റെ വളർത്തുദോഷമായിരുന്നുവെങ്കിൽ അവളുടെ ചെറിയ പ്രായം മുതൽ തന്നെ നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നല്ലോ. അങ്ങനെ മോശമായ ഒരു രീതിയിലാണ് മിത്ര വളരുന്നത് എന്ന് തോന്നിയപ്പോൾ എന്തുകൊണ്ടാണ് അനന്തേട്ടൻ അത് എന്നോട് സംസാരിക്കാതിരുന്നത്? എൻ്റെ വളർത്ത് ശരിയല്ല എന്ന് മനസ്സിലായപ്പോൾ ശരിയായ വഴിക്ക് നിങ്ങൾക്ക് അവളെ വളർത്തുവാൻ കഴിയുമായിരുന്നല്ലോ. അതെന്താണ് അനന്തേട്ടൻ ചെയ്യാതിരുന്നത്? അങ്ങനെയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഈ വീട്ടിൽ വരില്ലായിരുന്നു. നന്ദിതയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് അനന്തൻ നന്ദിതയ്ക്ക് നേരെ ചാടി എഴുന്നേൽക്കുകയാണ്, കയ്യോങ്ങി അടിക്കുവാൻ വേണ്ടി. ഇതെല്ലാം കേട്ടുകൊണ്ട് അമ്മ തൊട്ടടുത്ത് നിൽക്കുകയായിരുന്നു. അച്യുതൻ ചാടി എഴുന്നേറ്റ് വരുന്ന ആ കാഴ്ച കണ്ട് പരിഭ്രമത്തോടുകൂടി അമ്മ അവിടേക്ക് തളർന്നങ്ങ് വീഴുകയാണ്. അമ്മ വീഴുന്നത് കണ്ടുകൊണ്ട് നന്ദിത ഓടിച്ചെന്ന് അമ്മയെ പൊക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ അമ്മയെ പറ്റിയത്? അമ്മയെ കണ്ണു തുറക്കമ്മേ. തുടർന്ന് ഓരോരുത്തരും അമ്മയുടെ ശരീരം പിടിച്ചു കുലുക്കുകയും അമ്മയെന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരനക്കവുമില്ലാതെ അമ്മ തളർന്നു കിടക്കുകയാണ്. ഈ സമയത്ത് അനന്തനും അച്യുതനും അലോകും കൂടി ഓടിയെത്തി പെട്ടെന്ന് തന്നെ അമ്മയെ പൊക്കിയെടുത്ത് വണ്ടിയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചപ്പാടെ ICUവിലേക്ക് കയറ്റുകയാണ്. തുടർന്ന് ICU യൂണിറ്റിൻ്റെ വാതുക്കൽ അലോകും അച്യുതനും അനന്തനുമൊക്കെ കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അച്യുതൻ പോയി ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ അമ്മയ്ക്ക്? ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല, ഒബ്സർവേഷനിലാണ്. ഓക്സിജന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അമ്മ ശ്വസിക്കുന്നത്. കുറച്ച് കഴിയട്ടെ, കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും വ്യക്തമാകും, അപ്പോൾ ഞാൻ വിളിക്കാം. ഉടനെ അച്യുതൻ അനന്തനോട് ചോദിക്കുകയാണ്, ഏട്ടാ നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യമായ പ്രശ്നമാണോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് കണ്ടിട്ടാണ് അമ്മ തളർന്നു വീണത്. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ജീവിതകാലം മുഴുവനും അതെന്നെ വേട്ടയാടും. ഞാൻ കാരണമാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ അവിടെ ഉണ്ടായത്. അപ്പോൾ അനന്തൻ പറയുകയാണ്, അച്യുതാ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. എന്തായാലും നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഉടനെ അച്യുതൻ അലോകിനോട് പറയുന്നുണ്ട്, എടാ അലോകെ, നീ പെട്ടെന്ന് ആ ധർമ്മനെ ഒന്ന് വിളിച്ചിട്ട് കാര്യം പറഞ്ഞേക്ക്. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവനെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് അടുത്ത പുകില് അവനുണ്ടാക്കും. ഉടനെ ഇത് കേട്ടിട്ട് ശരി അച്ഛാ എന്ന് പറഞ്ഞ് അലോക് ധർമ്മനെ ഫോൺ ചെയ്യുകയാണ്. അലോകിന്റെ ഫോൺ കണ്ടപ്പോഴേക്കും ഉടൻ തന്നെ ധർമ്മൻ ഫോൺ എടുത്തിട്ട് ചോദിക്കുകയാണ്, ആഹാ അലോകെ, നിനക്കെന്നെ ഓർമ്മയൊക്കെ ഉണ്ടോടാ? എന്തു പറ്റി എൻ്റെ ഫോണിലേക്ക് നീ വിളിക്കാൻ? ഇനി അബദ്ധത്തിൽ കയ്യെങ്ങാണം മുട്ടി കോള് വന്നതാണോടാ? അത് പിന്നെ ഇളയച്ച, ഞാൻ വിളിച്ചത് അച്ചമ്മയ്ക്ക് സുഖമില്ല. എന്താടാ നീ പറഞ്ഞേ? അമ്മയ്ക്ക് സുഖമില്ലെന്നോ? എന്താടാ എൻ്റെ അമ്മയ്ക്ക് പറ്റിയത്? അത് പിന്നെ ഇളയച്ച, അച്ചമ്മയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചിനു വേദന വന്നു. ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്, ICUവിലാണ്. ഇളയച്ചൻ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം, PK ഹോസ്പിറ്റലിലാണ്. ഇത്രയും പറഞ്ഞിട്ട് ഉടൻ തന്നെ അലോക് ഫോൺ കട്ട് ചെയ്യുകയാണ്. ധർമ്മന് ഫോൺ വരുന്നതും താൻ സംസാരിക്കുന്നതും എല്ലാം ബാലൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബാലൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ ധർമ്മ സംഭവം? അപ്പോഴേക്കും ധർമ്മന്റെ കണ്ണിൽ ഇരുട്ട് കയറുകയാണ്. താൻ തല ചുറ്റി നിന്ന നിൽപ്പിൽ താഴേക്ക് അങ്ങ് വീഴുകയാണ്. ഇത് കണ്ടുകൊണ്ട് ആകാശും രാമേട്ടനും കൂടി ഓടിച്ചെന്ന് ധർമ്മനെ പൊക്കിയെടുക്കുന്നു. അടുത്തുള്ള കസേരയിൽ ഇരുത്തിയിട്ട് മുഖത്തേക്ക് വെള്ളം കൂടെ തളിക്കുന്നുണ്ട്. ബോധം തിരികെ കിട്ടിയപ്പോൾ ധർമ്മൻ ചോദിക്കുകയാണ്, അളിയ എനിക്ക് എന്താ അളിയ പറ്റിയേ? അയ്യോ നിങ്ങളൊക്കെ എന്തിനാ എൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നത്? എടാ നിനക്കൊരു ഫോൺ വന്നില്ലേ? നിന്നെ അലോകല്ലേ വിളിച്ച് സംസാരിച്ചത്? ആ അതെ അളിയ, അവൻ വിളിച്ചു പറഞ്ഞത് അമ്മയുടെ കാര്യമാണ്. അമ്മയ്ക്ക് പെട്ടെന്ന് നെഞ്ചിനു വേദന വന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, ഇപ്പോൾ ICUവിലാണെന്നാണ് അവൻ പറയുന്നത്. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. അളിയ എനിക്കിപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോകണം, അമ്മയെ കാണണം. ആ പോകാമെടാ, നീ വിഷമിക്കാതിരിക്കെ. എടാ ആകാശേ, നീ എത്രയും വേഗം ധർമ്മനെയും കൂട്ടിയിട്ട് ആശുപത്രിയിലേക്ക് ചെല്ല്. ആ ശരിയച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് ധർമ്മനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഇരുവരും ആശുപത്രിയിൽ എത്തുമ്പോൾ അനന്തനും അച്യുതനും അലോകും രാജശ്രീയും നന്ദിതയും എല്ലാം ICUവിൻ്റെ വാതുക്കൽ കാത്തു നിൽക്കുകയാണ്. പെട്ടെന്ന് ധർമ്മൻ ഓടിച്ചെന്നിട്ട് ചോദിക്കുകയാണ്, അനന്തേട്ടാ അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? അമ്മ എവിടെയാണ് ഏട്ടാ? അമ്മ എനിക്കിപ്പം കാണണം. ധർമ്മൻ വേവലാതിപ്പെട്ട് അമ്മയെ അന്വേഷിക്കുമ്പോൾ വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടി അച്യുതനും അലോകും കൂടി ആകാശിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. തുടർന്ന് അച്യുതൻ ധർമ്മനോട് ചോദിക്കുകയാണ്, എടാ നിന്നോട് ഇവിടേക്ക് വരുവാൻ പറഞ്ഞപ്പോൾ നീ എന്തിനാണ് ഇവനെ കൂട്ടി വന്നത്? ഇവൻ ആരാണ് അമ്മയുടെ കാര്യം അന്വേഷിക്കാൻ നിന്റെ കൂടെ ഓടി ഇങ്ങോട്ട് വരാൻ? ഏട്ടാ ഏട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് നിങ്ങളുടെ വീടൊന്നുമല്ല, ഇതൊരു ആശുപത്രിയാണ്. ഇവിടെ ആർക്കും വരാം, അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇത് പറഞ്ഞിട്ട് വീണ്ടും ധർമ്മൻ ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ അമ്മയുടെ കാര്യം പറ, അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? തുടർന്ന് ധർമ്മൻ നന്ദിതയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, ഏട്ടത്തിയെങ്കിലും ഒന്ന് തുറന്നു പറ, അമ്മ എവിടെയാണ്? അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? ഉടനെ നന്ദിത പറയുകയാണ്, അമ്മയ്ക്ക് നെഞ്ചിന് വേദനയാണ് ധർമ്മ. ഇപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് നെഞ്ചിന് വേദന വരാൻ കാരണം ദേ നിൽക്കുന്ന നിന്റെ ഈ ഏട്ടന്മാരാണ്. ഇവർ തമ്മിൽ തല്ലുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെ പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടായി. അത് കേട്ടിട്ട് ധർമ്മൻ അച്യുതൻ്റെയും അനന്തൻ്റെയും മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? നിങ്ങൾക്കൊന്നും നാണമില്ലേ? എൻ്റെ അമ്മ നിങ്ങളുടെയൊക്കെ അരികിൽ സുരക്ഷിതയായിരിക്കും എന്നുള്ള ചിന്തയിലാണ് അമ്മയെ കൂട്ടിക്കൊണ്ട് ഞാൻ പോകാതിരുന്നത്. അത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. പെട്ടെന്ന് അച്യുതൻ പറയുകയാണ്, എടാ നീ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് ഈ പറയുന്നത്? നിനക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടോ?
ബാലന്റെ എച്ചിലും തിന്ന് അവന്റെ അടിച്ചതിനകത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന നീയാണ് അമ്മയെ കൊണ്ടുപോകുന്നത്. നാണം കെട്ടവൻ. നീ അമ്മയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നീ തിന്നുന്ന എച്ചിലിന്റെ ബാക്കിയല്ലേടാ അമ്മയ്ക്ക് നീ കൊടുക്കുക. ഇത് കേട്ടിട്ട് ധർമ്മൻ അങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ നന്ദിത പറയുകയാണ്, നിങ്ങളുടെയൊക്കെ പറച്ചിൽ കേട്ടാൽ തോന്നും നിങ്ങളുടെയൊക്കെ അമ്മയെ നിങ്ങൾ അങ്ങ് പൊന്നുപോലെയാ നോക്കുന്നതെന്ന്. അമ്മയുടെ വാക്കുകൾക്ക് മക്കളായി നിങ്ങൾ എന്തു വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത്? നിങ്ങളെ ഭയപ്പെട്ടല്ലേ അമ്മ ആ വീട്ടിൽ ഇത്രയും നാൾ ജീവിച്ചിരുന്നത്? അനന്തേട്ടാ, എൻ്റെ കൺട്രോൾ പോയി നിൽക്കുകയാണ്. എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും പോവുക. അവിടെ ചെന്ന് ഞാൻ എല്ലാം തുറന്നങ്ങ് പറയും. മടുത്തു നിങ്ങളുടെയൊക്കെ കൂടെയുള്ള ഈ ജീവിതം. ഇതിനേക്കാൾ ഭേദമാണ് വല്ലവരുടെയും വീട്ടുജോലി ചെയ്തു ഉപജീവനം കഴിക്കുന്നത്. അതാകുമ്പോൾ ആരുടെയും ഭരണവും ആട്ടും തുപ്പും ഒന്നും കേൾക്കേണ്ടി വരില്ലല്ലോ. പല തവണ ഇതൊക്കെ പറയണം എന്ന് ഞാൻ ഓർത്തതാണ്. പക്ഷേ ഞാനായിട്ടൊരു പ്രശ്നമുണ്ടാക്കരുത് എന്ന് ആലോചിച്ച് മിണ്ടാതിരുന്നതാണ്. എന്നാൽ ഇനിയിപ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊരു ജീവിതത്തിന് ഞാനില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നന്ദിത ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച അനന്തനും അച്യുതനും അലോകും രാജശ്രീയും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നന്ദിതയുടെ മുഖത്തേക്ക് അമ്പരപ്പോടെ എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഉടനെ ആകാശിന്റെ ഫോണിലേക്ക് ബാലന്റെ കോൾ വരുന്നുണ്ട്. അല്പം മാറി നിന്നുകൊണ്ട് ആകാശ് കോൾ എടുത്ത് ആ അച്ഛാ എന്ന് വിളിക്കുമ്പോൾ ആകാശിനോട് ബാലൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടോ അവിടെ? അമ്മയ്ക്ക് കുറവുണ്ടോ? എന്താ ഇപ്പോഴത്തെ അവസ്ഥ? അച്ഛാ, അമ്മ ICUവിലാണ്. ഒന്നും അറിഞ്ഞിട്ടില്ല. ഒബ്സർവേഷനിലാണ്. കുറച്ച് കഴിഞ്ഞിട്ടേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. ആ ശരി. തൽക്കാലം നീ ഇങ്ങോട്ട് വരണ്ട. ധർമ്മന്റെ കൂടെ അവിടെ തന്നെ നിൽക്ക്. ആ പിന്നെ നീ അവിടെ ചെന്നതുകൊണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അച്ഛാ, കുഴപ്പമില്ല. ആ എങ്കിൽ ശരി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എന്നെ വിളിച്ചറിയിക്കണം. ഇത് പറഞ്ഞിട്ട് ബാലൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ആകാശ് ഉടൻ തന്നെ മീനാക്ഷിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മീനു, നീ ലീവ് എടുത്ത് വീട്ടിൽ വരെ അത്യാവശ്യമായിട്ടൊന്ന് പോകണം. എന്തു പറ്റി ആകാശേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? ആ അത് പിന്നെ മീനു, ഞാനിപ്പോൾ ആശുപത്രിയിലാണ്. അമ്മമ്മയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദനയായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതാണ്. അയ്യോ, എന്നിട്ടിപ്പോൾ അമ്മമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ഒബ്സർവേഷനിലാണ്, ICUവിലാണ്. കുറച്ച് കഴിഞ്ഞിട്ടേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ആകാശ് എന്നിട്ട് അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ അമ്മയെ വിളിച്ചില്ല. അച്ഛൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും വിവരം അറിഞ്ഞതിന് ശേഷം അമ്മയെ വിളിച്ചു പറയാമെന്ന് കരുതി. ആ ശരി ആകാശേ, ഞാൻ ഇപ്പോൾ തന്നെ ലീവ് എഴുതി കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ആ ശരി മീനു, ഞാൻ വിളിക്കാം. ഇത് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് തുടർന്ന് ആകാശ് ആര്യനെയാണ് വിളിക്കുന്നത്. ആര്യനോടും ആകാശ് പറയുകയാണ്, എടാ അമ്മമ്മയ്ക്ക് സുഖമില്ല, പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ മാമനെയും കൂട്ടി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അമ്മമ്മയുടെ കൃത്യമായിട്ടുള്ള അവസ്ഥ ഇതുവരെയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് സമയമെടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട്, ഏട്ടാ അമ്മയോടും മിത്രയോടും വിവരം പറഞ്ഞിരുന്നോ? ഇല്ലടാ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കാര്യം അറിഞ്ഞതിന് ശേഷം പറയാമെന്ന് കരുതിയിരിക്കുകയാണ്. ആ ശരി ഏട്ടാ, ഉടനെ തന്നെ ഞാൻ വീട്ടിലേക്ക് എത്താം. ഇത് പറഞ്ഞിട്ട് ആര്യൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഉടൻ തന്നെ വീണ്ടും ആകാശിന്റെ ഫോണിലേക്ക് ബാലന്റെ കോൾ വരുന്നുണ്ട്. ആകാശ് ഫോൺ എടുക്കുമ്പോൾ ബാലൻ പറയുകയാണ്, ആകാശേ, ഗോമതിയോട് കാര്യങ്ങൾ പറയുന്നതാണ് ബുദ്ധിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അച്ഛാ, വിവരങ്ങളൊന്നും അറിയാതെ നമ്മൾ പറയണോ? എടാ പറയണം. ഇനി ഒരുപക്ഷെ എന്തെങ്കിലും അമ്മയ്ക്ക് സംഭവിച്ചു പോയാൽ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ട് അവളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെടും. അത് വേണ്ട, കാര്യങ്ങളൊക്കെ അവളോട് പറയാം. ആ ശരി അച്ഛാ, എങ്കിൽ അച്ഛൻ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയിട്ട് അമ്മയോട് പറ. എടാ അത് വേണ്ട, നീ തന്നെ വീട്ടിൽ പോയി ഗോമതിയോട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ആ ശരി അച്ഛാ, ഞാൻ തന്നെ പോകാം. ഇത് പറഞ്ഞിട്ട് ആകാശ് ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നാൽ കൃഷ്ണമംഗലത്ത് നിന്ന് 1-2 തവണയായി വണ്ടികൾ പോവുകയും പിന്നീട് ആരും തിരിച്ചു വരാതിരിക്കുകയും അവിടെ അനക്കമൊന്നും കേൾക്കാതിരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഗോമതിക്കും മിത്രയ്ക്കും എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. അവർ തമ്മിൽ അതിനെപ്പറ്റി പരസ്പരം സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ ദേവി പറയുകയാണ്, അവിടുത്തെ കാര്യം ഓർത്തിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അവരെവിടെയെങ്കിലും ടൂറ് പോയി കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ എല്ലാവരും കൂടി പോയതായിരിക്കും. അതിന് ഗോമതി, നിന്നോട് ഇപ്പോൾ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ നിന്റെ കാര്യം ഒന്ന് നോക്കിയാൽ മതി. രാവിലെ മുതൽ ആ വീട്ടിൽ എന്തൊക്കെയോ ബഹളങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നിന്റെ വീട്ടിലെല്ലാവരും ഇങ്ങനെയാണോ അമ്പലത്തിൽ പോകുന്നത്? നേരം വെളുക്കുമ്പോൾ മുതൽ വഴക്കമുണ്ടാക്കിയതിനു ശേഷം ഒരുമിച്ച് ചേർന്ന് അമ്പലത്തിൽ പോകുന്ന പരിപാടിയാണോ ഉള്ളത്? എനിക്ക് ഉറപ്പാണ് അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മിത്ര വീണ്ടും പറയുകയാണ്, എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട് അപ്പച്ചി. അവിടെ എന്തോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും സമയമായിട്ടും ആരെയും അവിടെ കാണുന്നില്ലോ. ഈ സമയത്ത് ആകാശ് അവിടേക്ക് എത്തുന്നുണ്ട്. ഗോമതിയുടെയും മിത്രയുടെയും അങ്കലാപ്പും പരിഭ്രമവും ഒക്കെ കണ്ടിട്ട് തുറന്നു പറയുവാൻ ആകാശിനൊരു മടിയുമുണ്ട്. ഈ സമയത്ത് തന്നെ ഓഫീസിൽ നിന്ന് മീനാക്ഷിയും എത്തുകയാണ്. പക്ഷേ മീനാക്ഷി അകത്തേക്ക് കയറാതെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ആര്യൻ അവിടേക്ക് വരുന്നത്. ആര്യൻ ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്താണ് ലീവ് എടുത്തത്? ആ അതെ ആര്യ, ആകാശ് എന്നെ വിളിച്ചിട്ട് ലീവ് എടുത്ത് വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു. എന്നിട്ട് എന്താണ് ഏട്ടത്തി ഇവിടെ തന്നെ നിൽക്കുന്നത്? അല്ല, ഞാനിപ്പോൾ അകത്തേക്ക് ചെന്നാൽ അകത്ത അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല. ആകാശ് അകത്തുണ്ട്.
ആകാശ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനങ്ങനെ ശങ്കിച്ചു നിന്നതാണ്. എന്തായാലും ഇങ്ങനെ പുറത്തു നിന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ആര്യൻ മീനാക്ഷിയും വിളിച്ചുകൊണ്ട് ഇരുവരും അകത്തേക്ക് ചെല്ലുകയാണ്. മീനാക്ഷിയെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താ മീനു നീ ഇങ്ങനെ പോകുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അത് പിന്നെ അമ്മേ, ആകാശ് പറഞ്ഞു അത്യാവശ്യമായിട്ട് ഇവിടേക്ക് വരണമെന്ന്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ലീവ് എടുത്ത് പോകുന്നതാണ്. ഉടനെ ഗോമതി ആകാശിനോട് ചോദിക്കുകയാണ്, ആകാശേ എന്തിനാടാ മീനു ലീവ് എടുത്ത് വന്നിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അത് പിന്നെ അമ്മേ, എടാ ഉള്ള കാര്യം നീ അങ്ങ് തുറന്നു പറ. ഒന്നാമത് മനുഷ്യൻ ആകെ ടെൻഷനിലാണ്. ഞാനാണെങ്കിൽ ആ ധർമ്മനെ 1 മണിക്കൂറായി ഫോണിൽ വിളിക്കുകയാണ്. അവനെ കിട്ടുന്നില്ല. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. കടയിലേക്ക് വിളിച്ചപ്പോൾ അവൻ എവിടെയോ പോയെന്നാണ് ബാലേട്ടൻ പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കരുത്. അമ്മമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ചെറിയൊരു നെഞ്ചിന് വേദന. അല്ല, അതിൽ കൂടുതൽ വിഷമിക്കാനൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു നെഞ്ചിന് വേദന വന്ന് ഈ ആശുപത്രിയിൽ തന്നെയാണ് കൊണ്ടുപോയത്. നല്ല ട്രീറ്റ്മെൻറ്റാണ് അവിടെ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അമ്മമ്മയ്ക്ക് എന്തെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും. അധികം വൈകാതെ അമ്മമ്മയെ തിരിച്ചു കൊണ്ടുവരും. ഇത് വലിയ ഡേഞ്ചർ പ്രശ്നമൊന്നുമല്ല. ഇത്രയും കേട്ടപ്പോഴേക്കും ഗോമതിയും ഇത്രയും ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് ഗോമതി ചോദിക്കുകയാണ്, നീ എന്താടാ പറഞ്ഞത്? എൻ്റെ അമ്മയ്ക്ക് എന്തു പറ്റിയെന്നാ നീ പറയുന്നത്? അമ്മയ്ക്ക് നെഞ്ചുവേദനയാണെന്നോ? നിങ്ങൾ ആരെങ്കിലും ആശുപത്രിയിൽ പോയോ? അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഈ സംസാരിക്കുന്നത്? അമ്മ ഇപ്പോൾ ഏത് ആശുപത്രിയിലാണ്? അമ്മയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ അമ്മമ്മയെ ICUയിലേക്ക് കയറ്റി. ഇപ്പോൾ ഒബ്സർവേഷനിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടേ വിവരങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിയുകയുള്ളൂ. ഇത് കേട്ടുകൊണ്ട് ഗോമതിയും മിത്രയും കൂടി അലറി കരയുകയാണ്. അപ്പോഴേക്കും ബാലൻ വീട്ടിലെത്തുന്നുണ്ട്. ബാലനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗോമതിയുടെ സർവ്വ നിയന്ത്രണവും അങ്ങ് നഷ്ടപ്പെട്ടു. ബാലനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗോമതി നിലവിളിക്കുകയാണ്, ബാലേട്ടാ, എൻ്റെ അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? എനിക്ക് എൻ്റെ അമ്മ ഇപ്പോൾ കാണണം. ഇന്ന് രാവിലെ കൂടി എൻ്റെ അമ്മ വാതുക്കൽ നിന്നുകൊണ്ട് എന്നെ നോക്കുന്നത് ഞാൻ കണ്ടതാണ്. അന്നേരം ഒന്നും ഒരു കുഴപ്പവും അമ്മയ്ക്കില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? അവിടെ എന്തൊക്കെയോ വഴക്കും ബഹളവും ഒക്കെ രാവിലെ ഉണ്ടായി. അതിൻ്റെ ടെൻഷൻ കയറിയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതായിരിക്കും. ഗോമതിയുടെ കരച്ചിലും ബഹളവും ഒക്കെ കേട്ടിട്ട് അയൽപ്പക്കത്തുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ വാതുക്കൽ വന്ന് കൂടുന്നുണ്ട്. പക്ഷേ ആരും ആ വീട്ടിലേക്ക് കയറുന്നില്ല. അവിടെ നിന്നുകൊണ്ട് ഒരാൾ പറയുന്നുണ്ട്, എങ്ങനെയാ അങ്ങോട്ട് കയറി ചെല്ലുക? എന്തെങ്കിലും ചോദിച്ചാൽ അത് ബാലൻ ഇഷ്ടപ്പെടില്ല. പിന്നെ അയാളുടെ ദേഷ്യപ്പെടലും അയാളുടെ വായിലിരിക്കുന്നതും ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ മറ്റൊരാൾ പറയുകയാണ്, ഗോമതിയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ രാവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിരുന്നു. നെഞ്ചുവേദനയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ അവർ മരിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഗോമതി ഇങ്ങനെ അലറി വിളിച്ച് കരയുന്നത്. ഓ, അത് ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണ്ടേ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അയൽക്കാരായ നമ്മളൊക്കെ നോക്കി നിൽക്കാൻ പാടില്ലല്ലോ. നമുക്ക് പറ്റുന്നതുപോലെ അവരോട് സഹകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസികളൊക്കെ ബാലൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. 1-2 സ്ത്രീകൾ വീടിനകത്തേക്ക് കയറി ചെന്നിട്ട് ഗോമതിയുടെ കരച്ചിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, ഗോമതി, അമ്മയെ രാവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടതാണ്. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ചിന്തിച്ചത്. ഇങ്ങനെ നെഞ്ചിനു വേദനയും പ്രശ്നവുമായിട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾ കരുതിയില്ല. എന്തായാലും അമ്മ പോയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷേ ഗോമതി, നമ്മളിതൊക്കെ സഹിച്ചാലല്ലേ പറ്റൂ. ഇത്രയും കേട്ടപ്പോഴേക്കും മിത്രയും ഗോമതിയും മരണം ഉറപ്പിച്ചു. വീണ്ടും അവർ പൊട്ടിക്കരയുകയാണ്, നിലവിളിക്കുകയാണ്. പെട്ടെന്ന് ഇത് സംസാരിച്ച സ്ത്രീകളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ ബാലൻ നോക്കിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആശുപത്രിയിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ വിളിച്ചിരുന്നോ? വിവരങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? ഇല്ല ബാല, ഒന്നും ആരും പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഗോമതിയുടെ അമ്മ മരണപ്പെട്ടുവെന്ന്? അല്ല ബാല, ഗോമതിയുടെ കരച്ചിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി അമ്മ മരിച്ചു പോയിട്ടുണ്ടാവുമെന്ന്. ഓ, അത് ശരി. അപ്പോൾ നിങ്ങൾ അങ്ങ് ഊഹിച്ചു. ദയവ് ചെയ്ത് ഒന്ന് ഇറങ്ങിപ്പോകാമോ? ചുട്ട കോഴിയെ പറപ്പിക്കുന്ന കുറെ ആൾക്കാർ. ഇത് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ബാലൻ അവരെ ഇറക്കിയിട്ട് കഥ കടക്കുകയാണ്. ഉടനെ ഗോമതി വീണ്ടും നിലവിളിക്കുകയാണ്, എൻ്റെ അമ്മയെ അവസാനമായിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അയ്യോ, ഇത്രയും സമയമായിട്ടും ആരും ഒന്നും വിളിക്കുന്നുമില്ല, പറയുന്നുമില്ല. എൻ്റെ അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഗോമതി, നീയൊന്ന് സമാധാനമായിരിക്കുക. അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല. ആശുപത്രിയുടെ ICUയിലാണ്. അമ്മ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. എന്തെങ്കിലും അവർ പറഞ്ഞാൽ ഉടൻ തന്നെ ധർമ്മൻ നമ്മളെ അത് വിളിച്ചു പറയും. പക്ഷേ ബാലൻ്റെ ഈ വാക്കുകൾക്കൊന്നും ചെവി കൊടുക്കാതെ ഗോമതി ഒരു ഭ്രാന്തിയെപ്പോലെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പിച്ചും പേയും പറയാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ഗോമതി പറയുകയാണ്, ഈ ഒരു മനുഷ്യനെ ഞാൻ സ്നേഹിച്ച കാര്യം എൻ്റെ അമ്മയാണ് ആദ്യം ആ വീട്ടിൽ അറിയുന്നത്. അന്ന് എൻ്റെ അമ്മ എൻ്റെ കാലു പിടിച്ചു പറഞ്ഞതാണ് ഇത് വേണ്ട വേണ്ട എന്ന്. എൻ്റെ അമ്മയുടെ വാക്കനുസരിക്കാൻ ഞാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ അവസാന നിമിഷത്തിൽ എൻ്റെ അമ്മയുടെ മുഖം പോലും ഒന്ന് കാണാൻ പറ്റാതെയായി പോയത്. ഈശ്വര, എൻ്റെ ഒരു വിധി. എൻ്റെ അമ്മ വെറും പാവമായിരുന്നു. ഈ മനുഷ്യൻ്റെ കൂടെ എല്ലാവരെയും ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങിത്തിരിച്ചതുകൊണ്ടാണ് എൻ്റെ അമ്മയെപ്പോലും എനിക്ക് നഷ്ടപ്പെട്ടത്. ഞാനൊരു മഹാപാപിയാണ്. ഞാൻ ചെയ്തത് മഹാപാപമാണ്. ഇത് പറഞ്ഞ് ഗോമതി തലതല്ലി കരയുകയാണ്.
ബാലനെ തള്ളി പറഞ്ഞുകൊണ്ട് ഗോമതി നിലവിളിക്കുന്നത് കാണുമ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ ബാലൻ മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ മുഖത്തേക്ക് സങ്കടത്തോടെ മാറി മാറി നോക്കുകയാണ്. തുടർന്ന് ആനന്ദിനോട് ബാലൻ പറയുന്നുണ്ട്, എടാ നീ നിന്റെ അമ്മയെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കേ, നീ പറഞ്ഞാൽ അവൾ കേൾക്കും. കാര്യങ്ങളൊന്നും അറിയാതെ അവൾ കിടന്ന് വെറുതെ ബഹളമുണ്ടാക്കുകയാണ്. അവൾ ഈ വിളിച്ചു കൂവുന്നതൊക്കെ നാട്ടുകാർ കേട്ടാൽ എല്ലാവർക്കും ഇത് നാണക്കേടാണ്. ഇത് പറഞ്ഞുകൊണ്ട് ബാലൻ പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. തുടർന്ന് മീനാക്ഷിയും ആനന്ദും ആകാശും ആര്യനും എല്ലാം ചേർന്ന് ഗോമതിയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുമ്പോഴും 30 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച തെറ്റുകളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് ഗോമതി ബാലനെ ശപിക്കുകയും തള്ളി പറയുകയും എല്ലാം ഉപേക്ഷിച്ച് അമ്മയുടെ അടുത്തേക്ക് താനും പോകും എന്നൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ എന്തു പറഞ്ഞ് ഗോമതിയെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ എല്ലാവരും കുഴഞ്ഞു നിൽക്കുകയാണ്. ഹോസ്പിറ്റലിലായിരിക്കുന്ന ഗോമതിയുടെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? അമ്മ മരണപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദേവമംഗലത്ത് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതേക്കുറിച്ചെല്ലാം അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.